ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഹോമം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ അകക്കണ്ണിൽ തെളിഞ്ഞത് അംബിക വർമ്മയ്ക്ക് നേരെയും പത്മയ്ക്ക് നേരെയും കരുതി വെച്ചിരുന്ന ആ ആയുധം ഇപ്പോ അവിടെ ഇല്ല. ബന്ധനത്തിലായിരുന്ന ആയുധത്തിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. അയാളിപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ ആയുധം നഷ്ടപ്പെട്ടത് അംബികയ്ക്ക് ആപത്താണ്. വർമ്മയും പത്മയും തമ്മിൽ കണ്ടുമുട്ടാനും ഒരുമിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാ. വർമ്മയെ തളയ്ക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോ അമ്മേ? ആദ്യം അയാള് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് എന്നെ വിളിക്ക്. ശരി. അമ്മ അയാളെ ചെന്ന് കൊളുത്തി കൊടുത്തു കാണും. ഇനി അമ്മയുടെ ചീത്ത കൂടി കേൾക്കണല്ലോ ദൈവമേ. എന്താമേ? എടാ, നീ എവിടെയാ ഇപ്പോ? ഞാനിവിടെ ടൗണിലുണ്ട്. നീയേ ഇന്ന് ആ ജഗന്റെ അടുത്ത് പോയിരുന്നോ? പോയല്ലോ. അയാൾക്ക് ഫുഡും കൊണ്ടുകൊടുത്തു. എന്നാലേ ഒരു സംശയം. നീയേ അയാളെ പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിലേക്കൊന്ന് വന്നേ. ശരി അമ്മേ. അവൻ രക്ഷപ്പെട്ടല്ലോ അമ്മേ. ചതിച്ചല്ലോടാ. ഞാൻ അയാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്താണല്ലോ. ഒന്നില്ലെങ്കിൽ അവൻ തനിയെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവനെ രക്ഷപ്പെടുത്തി. ആര് രക്ഷപ്പെടുത്താൻ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി മുതലേ നമ്മളെ ശരിക്കും പേടിക്കണം. അടക്കി വെച്ച അമർഷമല്ല അവൻ നമ്മളോട് തീർക്കാൻ ശ്രമിക്കും. അവനെ പ്രതികാരം തീർക്കാൻ ഇറങ്ങിയ പിന്നെ നമ്മളില്ല. അവനിനി നമ്മളായിരിക്കും മുഖ്യ ശത്രുക്കള്. നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഒരേ ഒരു വഴിയേ ഉള്ളിനി. ജഗനെ കണ്ടെത്തണം. അത് നടന്നില്ലെങ്കിൽ നമ്മുടെ അവസാനമാ. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നീ വാ. ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണുന്നില്ലല്ലോ. എന്താ വരാത്ത? ദൈവമേ, എന്റെ ഹൃദയമേളം. ഇന്ന് ഞാൻ എന്റെ ഭാര്യയോട് എന്റെ പ്രണയം തുറന്നു പറയും.